വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിദേശ മലയാളികളായിട്ടുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും അംഗങ്ങളുള്ള ഒരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ്. അതിന് ഒരു ഇന്ത്യ ചാപ്റ്ററുണ്ട്. ഇന്ത്യ റീജിയൻ. ഇന്ത്യ റീജിയനുണ്ട്. ഇന്ത്യ ചാപ്റ്റർ എന്ന് ഞാനങ്ങ് പറയുന്ന ഇന്ത്യ റീജിയനുണ്ട്. ഓക്കെ, ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഇന്ത്യ റീജിയൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ 13-ാം തീയതി ഒരു ബിസിനസ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ബിസിനസ് സമ്മിറ്റിൽ ഞാനിവിടെ വന്നിരിക്കുന്ന എന്നെ അതിൻ്റെ പേട്രനായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ പേട്രൺ എന്ന നിലയിലാണ് ഞാൻ ഈ മീഡിയ കോൺഫറൻസ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം ഈ സംഘടനയിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയും ഈ ബിസിനസ് മീറ്റിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയും, സാധാരണ ബിസിനസ് മീറ്റിംഗ് ഒക്കെ സർക്കാരുകൾ നടത്തും. സർക്കാരുകൾ നടത്തുമ്പോൾ ഈ വെളിയിലുള്ള വിദേശ മലയാളികളെയും സംരംഭകരെയും ഒക്കെ നിർബന്ധിച്ച് വരുത്തി അവർക്ക് ചായയും ഊണുമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ഒക്കെ വിടും. ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ്, അദ്ദേഹം വളരെ ആത്മാർത്ഥമായി വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ബിസിനസ് മീറ്റ് നടത്തി. കേരള ഗവൺമെൻറ് മുൻകൈ എടുത്താണ്. കഴിഞ്ഞ ദിവസം ഞാൻ പത്രങ്ങളിൽ വായിച്ചത്, പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കാര്യമായി വന്നില്ല എന്നാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് സർക്കാരാണ്. സർക്കാർ പറഞ്ഞുകൊണ്ട് അവരൊക്കെ വന്നു. ഇപ്പം ലോക കേരള സഭ പോലെ സർക്കാർ പറയുന്നതുകൊണ്ടും സർക്കാർ പ്രോത്സാഹിപ്പിക്കൊണ്ട് വരുന്നു. ഇതങ്ങനല്ല. ഇതിനകത്ത് എന്നോട് ഇതിൻ്റെ പേട്രനാകാൻ പറഞ്ഞപ്പോൾ ഞാനിത് എല്ലാം കേട്ടിട്ട് സമ്മതിച്ചതിൻ്റെ കാര്യം ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ വിദേശ മലയാളികൾ തന്നെ, അവിടെയുള്ള വിദേശത്തുള്ള നമ്മുടെ സംരംഭകർ, വ്യവസായികൾ, മലയാളികൾ തന്നെ സ്വയം മുന്നോട്ട് വന്ന് അവർ കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിനും കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കും കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുമായി അവർ സ്വയം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇതിന് റിസൾട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാര്യം സ്വയമേയ അവർ തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ് മീറ്റ് നാളെ കഴിഞ്ഞ് നടത്തുകയാണ്. അവരാണ് മുൻകൈ എടുത്ത് നടത്തുന്നത്, അല്ല സർക്കാരുമല്ല, വേറെ ആരുമല്ല. ഈ WMCയുടെ ഇന്ത്യ റീജിയൻ്റെ നേതൃത്വം തന്നെയാണ്. അവരെല്ലാം ഒന്നീ ചെറുകിട സംരംഭകരെ, അതിലെ വ്യവസായികളെ അതിൽ ഏതെങ്കിലും സംരംഭത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ യുണീക്കാണ്. ഇങ്ങനെ ഒരു സംരംഭം, ഒരു ബിസിനസ് മീറ്റ് സാധാരണ എങ്ങനെ നടന്നതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊരു ആദ്യത്തെ സംരംഭമാണ്. ഒരു പുതിയ യുണീക്കാണ് എന്നെനിക്ക് പറയുവാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ സംരംഭത്തിൽ നാളെ കഴിഞ്ഞുള്ള ബിസിനസ് മീറ്റിന് വളരെ എല്ലാവരുടെയും പ്രോത്സാഹനം അറിയിക്കുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. മാധ്യമങ്ങളും അതിന് നല്ല പബ്ലിസിറ്റിയും പ്രോത്സാഹനവും കൊടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാര്യം ഇതാണ് നമുക്ക് വേണ്ടത്. കാരണം എനിക്ക് അറിയാം, ഞാൻ കേന്ദ്രത്തിൽ ഇൻഡസ്ട്രി മന്ത്രിയായിരുന്ന ആളാണ്, വർഷങ്ങളായി MP ആയിരുന്ന ആളാണ്, ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. എനിക്കറിയാം വിദേശങ്ങളിലൊക്കെ ധാരാളം പണം ഇവിടെ മുടക്കാൻ കഴിവുള്ള സമ്പന്നരായ ധാരാളം മലയാളികളുണ്ട്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഉണ്ട്. എന്നാൽ മലയാളികൾ തന്നെ വളരെ നല്ല പങ്കുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയല്ല, അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വലിയ പ്രോത്സാഹനമുണ്ടെന്ന് പറയും, കൊട്ടിഘോഷിച്ച് പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അധികം ഉദ്ദേശിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ചില ആളുകൾ ചെയ്യുന്നുണ്ടില്ലെന്ന് ഞാൻ വരുന്നില്ല. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. വിദേശ മലയാളികളുടെ നേതൃത്വം കൊടുത്തിട്ട് അവർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ മുൻകൈ എടുക്കാം. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് പ്രത്യേകമായുള്ള പല മേഖലകളുണ്ട്. ഇപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി, മെഡിക്കൽ ടൂറിസം, നല്ല ടൂറിസം, മെഡിക്കൽ ടൂറിസം, അതുപോലെ നമ്മുടെ കേരളത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കാൻ കഴിയും. ഒരുപാട് സാധ്യതകൾ IT രംഗത്ത് ഒരുപാട് സാധ്യതകൾ കേരളത്തിനുണ്ട്. ആ സാധ്യതകളൊന്നും നമ്മൾ പൂർണ്ണമായി ടാപ്പ് ചെയ്തിട്ടില്ല. ആ സാധ്യതകളെയൊക്കെ, ആ കേരളത്തിൻ്റെ ആ പൊട്ടൻഷ്യലൊക്കെ അൺലോക്ക് ചെയ്യുവാനും ആ സാധ്യതകളൊക്കെ ഉപയോഗിക്കുവാനും ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം പോരാ,
എൻ്റർപ്രണേഴ്സ് വേണം, അതുപോലെ സംരംഭകർ വേണം. സംരംഭകർ മാത്രം പോരാ, അതിന് ടെക്നോളജി വേണം. അപ്പോൾ ടെക്നോളജി പലപ്പോഴും നമുക്ക് കാണില്ല, ലേറ്റസ്റ്റ് ടെക്നോളജി കാണില്ല. അപ്പോൾ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ശ്രമിച്ചാൽ, നമ്മുടെ ആളുകൾ ശ്രമിച്ചാൽ ടെക്നോളജിയും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സൗകര്യം കിട്ടും. അപ്പം ഇതൊരു ഏറ്റവും നല്ലൊരു തുടക്കമായും കേരളത്തിൻ്റെ പുരോഗതിയിൽ വലിയ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു സംരംഭമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് 13-ാം തീയതി നടക്കുന്ന ബിസിനസ് മീറ്റ്, അതിൻ്റെ ഉത്തരവാദിത്വം WMCയുടെ ഇന്ത്യ റീജിയനാണ്. അതിൻ്റെ ഭാരവാഹികളെ ഞാൻ പറഞ്ഞല്ലോ. WMCയുടെ വേൾഡ് മലയാളി കോൺഫറൻസിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ഐസക് ജോൺ പട്ടാണിക്കൽ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ മാധ്യമപ്രവർത്തകൻ കൂടാണ്. അതുപോലെ അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേബി മാത്യു സോമതീരുമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ആളാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ആയുർവേദ സെൻ്ററും കാര്യങ്ങളൊക്കെയുള്ള വലിയൊരു സംരംഭകനാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഒരു സംരംഭത്തിന് മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണയാണ് ആവശ്യം.